إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരെല്ലാവരും അവർ ഒരു പരീക്ഷയിലാണ്. ആ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ആ പരീക്ഷയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം, ഒരു പാസ് മാർക്ക് നേടിയെടുത്ത് കഷ്ടിച്ചെങ്ങനെയെങ്കിലും ജയിക്കണം എന്നാഗ്രഹിച്ച് ആ പരീക്ഷയെ നേരിടുന്നവരുമുണ്ട്. ആ പരീക്ഷയെ വിലവെക്കാതെ, അതിനെ ഗൗരവത്തിലെടുക്കാതെ, ആ പരീക്ഷയ്ക്ക് ശേഷമുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാതെ ആലോചിക്കാതെ ആ പരീക്ഷയെ കാണുന്നവരുമുണ്ട്. അവരെല്ലാവരും തന്നെ ഒരുപോലെ വിശ്വസിക്കുന്ന, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ആ പരീക്ഷ അവസാനിക്കുമെന്നുള്ള കാര്യം. അതിനൊരു ലാസ്റ്റ് ബെല്ലുണ്ട് എന്നുള്ള കാര്യം അവർ ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. ആ മരണമണി മുഴങ്ങാനുള്ളതാണെന്ന് അവർ ഓരോരുത്തരും അടിയുറച്ച് വിശ്വസിക്കുന്ന കാര്യമാണ്. ആ പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അതല്ലെങ്കിൽ ഉന്നത വിജയം നേടുന്ന ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിയിലായിരിക്കും. അല്ലാഹു അവർക്കൊരുക്കി വെച്ചിട്ടുള്ള സൗഭാഗ്യപൂർണമായ ജീവിതത്തിലായിരിക്കും അവർ ഉണ്ടാകുക. അതിൽ പരാജയപ്പെടുന്നവരാകട്ടെ അല്ലാഹുവിന്റെ കോപത്തിന് വിധേയമായി, കോപത്തിന് പാത്രമായി ദൗർഭാഗ്യകരമായ നഷ്ടക്കാരായ ആളുകളായിരിക്കും അവർ മാറാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും, എല്ലാ ജീവനും, ഓരോരുത്തരും അവർ മരിക്കുക തന്നെ ചെയ്യും. അവർ മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ കാര്യങ്ങൾ തീർപ്പാക്കുക, അവർക്ക് പ്രതിഫലം നൽകപ്പെടുക. അവർ ചെയ്ത നന്മകൾക്കാകട്ടെ തിന്മകൾക്കാകട്ടെ പ്രതിഫലം നൽകപ്പെടുക അന്ത്യനാളിലായിരിക്കും. ഫമൻ സുഹ്സിഹ അനിന്നാർ, ആ പരലോകത്ത് കത്തിയാളുന്ന നരകത്തിൽ നിന്ന്, ആ ഭയാനകമായ ലോകത്ത് നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഫഖദ് ഫാസ് വമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, എന്നിട്ട് ആ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന ആളുകൾ അല്ലാഹുവിന്റെ വിശാലമായ
ആകാശഭൂമികളോളം വിശാലമായ വിസ്തൃതമായ സുഖാനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ സുഖാനുഭൂതികളുള്ള അള്ളാഹുവിന്റെ തൃപ്തിയുള്ള അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്ന ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളായിരിക്കും ഫഖദ് ഫാസ്, അവരാകുന്ന വിജയികൾ. വമൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം, നാം ഇപ്പോൾ ഈ ജീവിക്കുന്ന ഈ ദുനിയാവ്, ഈ ഭൂമി, ഈ 60, 70, 80 വർഷം ദൈർഘ്യമുള്ള, അതല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ദൈർഘ്യമുള്ള, അല്ലെങ്കിൽ കുറവുള്ള, പരീക്ഷണങ്ങളുള്ള, പ്രയാസങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള, സുഖമില്ലാത്ത, അസുഖങ്ങളുള്ള, പ്രയാസങ്ങളുള്ള ഈ ലോകം, ഈ ഭൂമി, ഈ ദുനിയാവ്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, അത് വഞ്ചിക്കപ്പെടുന്ന, കബളിക്കുന്ന ഒരു വിഭവമല്ലാതെ ഒന്നുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിക്കുമെന്നുള്ള കാര്യം, ഒരു ദിവസം നമ്മളിലേക്ക് മരണം എത്തുമെന്നുള്ള കാര്യം, മലക്കുൽ മൗത്ത് നമ്മുടെ ഓരോരുത്തരുടെയും റൂഹ് പിടിക്കാൻ ഒരു സമയത്ത് വരുമെന്നുള്ള കാര്യം അത് തീർച്ചയാണ്. അതിലാർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. സംവാദങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമാണ്. ചർച്ചകൾ ആവശ്യമില്ലാത്ത കാര്യമാണെന്നുള്ളതാണ്. എവിടെയായിരുന്നാലും, എന്തൊക്കെ രക്ഷാമാർഗങ്ങൾ സ്വീകരിച്ചാലും, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുത്താലും, ആ മരണം നമ്മിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയുയർത്തപ്പെട്ട, ഭദ്രമായി കെട്ടിയുയർത്തപ്പെട്ട ഏതു കോട്ടകളിലായിരുന്നാലും ശരി, ആ മരണം നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും, നീ മരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഓരോരുത്തരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇന്ന് ചിലപ്പോൾ ഇവിടെ ഫജ്റിന് ഓതപ്പെട്ട ആയത്തുകളിൽ ഒന്നായിരിക്കാം ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളിലേക്ക് വരുമെന്ന കാര്യം അത് തീർച്ചയായ കാര്യമാണ്. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തുഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖികും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ഓടിയകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ആ മരണമുണ്ടല്ലോ, ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എന്നിട്ട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന ആലിമുൽ ഗൈബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അവൻ നിങ്ങൾ ചെയ്ത ഏതേത് പ്രവർത്തനങ്ങളും, നന്മകളാകട്ടെ തിന്മകളാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, രഹസ്യമായി ചെയ്തതാകട്ടെ പരസ്യമായി ചെയ്തതാകട്ടെ, എന്താകട്ടെ, നിങ്ങളുടെ ഓരോ ചലനങ്ങളും, നിങ്ങളുടെ ഓരോ നന്മയും, നിങ്ങളുടെ ഓരോ തിന്മയും, ഓരോ അനക്കങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിവരം അറിയിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മരണത്തിലേക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിന് ഈ ജീവിതം, ഈ ദുന്യവിയായ ഈ ജീവിതം, ഈ ദിനങ്ങൾ, ഈ ദിവസങ്ങൾ, ഈ സമയങ്ങൾ, ഈ നിമിഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നാം ഉപയോഗിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, വിശ്വസിച്ചവരെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ മക്കളാകട്ടെ, നിങ്ങളുടെ സമ്പാദ്യമാകട്ടെ, നിങ്ങളുടെ ദുന്യവിയായ ചിന്തകൾ ഏതുമാകട്ടെ, അതൊന്നും അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട്, അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട്, അല്ലാഹുവിനുള്ള ഇബാദത്തുകളെ തൊട്ട്, അവൻ എന്തിനു വേണ്ടിയാണോ ഈ ദുനിയാവിലേക്ക്, ഈ ഭൂമിയിലേക്ക് നിങ്ങളെ പറഞ്ഞയച്ചത്, ആ ലക്ഷ്യത്തെ തൊട്ട് ഒരിക്കലും തന്നെ നിങ്ങളുടെ ഏതേത് കാര്യങ്ങളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതേതു കാര്യങ്ങളും നിങ്ങൾ അതിൽ നിന്ന് തെറ്റിച്ചു കളയരുത്. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുന്ന പക്ഷം, അല്ലാഹുവിനെ സ്മരിക്കാതെ, ഇബാദത്ത് ചെയ്യാതെ, അവന്റെ ലക്ഷ്യം, അവൻ നിങ്ങളെ പറഞ്ഞയച്ച ലക്ഷ്യം പൂർത്തീകരിക്കാതെ നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ, നരകക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, മുഅ്മിനീങ്ങളിൽ ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? മുഅ്മിനീങ്ങളിൽ ബുദ്ധിമാൻ ആരാണ്? ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ, ഏറ്റവും അധികം മരണത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നവനാണ്. ഞാൻ ഇന്ന് മരിക്കും എന്ന് ചിന്തിക്കുന്ന, ഓരോ ദിവസവും ഇന്ന് ചിലപ്പോൾ എന്റെ മരണമായിരിക്കാം, അടുത്ത നിമിഷത്തിൽ ഞാൻ മരണപ്പെട്ടേക്കാം, ഇനി അധികാലമൊന്നും എനിക്കുണ്ടായിക്കൂടാ
എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അതുമാത്രമാണോ? അല്ല. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, ആ മരണത്തിനു വേണ്ടി, ഏത് നിമിഷവും നമ്മെ കാത്തിരിക്കുന്ന മരണത്തിനു വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്ന സൽക്കർമ്മങ്ങളുമായി മുന്നോട്ടു പോകുന്നവരുമായിരിക്കും ആ ആളുകൾ. ഉലായിക്കൽ അഖിയാസ്, അവരാകുന്നു ബുദ്ധിമാന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നു. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം മരണത്തെ സംബന്ധിച്ച് പറഞ്ഞ കവിത ഒരുപക്ഷെ നാം ഏവരും കേട്ടതായിരിക്കും. ചിന്തനീയമായ ആ കവിതയുടെ വരികൾ: തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. നീ തഖ്വ കൊണ്ട്, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അവൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നീ മുന്നേറിക്കൊള്ളുക. അവൻ നിന്നോട് വിലക്കിയ, ചെയ്യരുതെന്ന് പറഞ്ഞ, അവൻ ഹറാമാക്കിയ, വിലക്കിയ കാര്യങ്ങൾ നീ ചെയ്യാതിരിക്കുക. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. രാത്രി എങ്ങാനും ഇരുൾ മൂടിക്കഴിഞ്ഞാൽ, ഇരുട്ടായി കഴിഞ്ഞാൽ, പ്രഭാതത്തിൽ നിന്നെ വിളിച്ചാൽ നീ എണീക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. പ്രഭാതമുണരാൻ നീ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. എത്രയെത്ര ആളുകൾ ആ പ്രഭാതത്തിൽ അവരെ വിളിക്കുമ്പോൾ, അവരുടെ കുടുംബാംഗങ്ങൾ അവരെ വിളിക്കുമ്പോൾ എത്രയെത്ര ആളുകൾ ഉണരാതിരുന്നിട്ടുണ്ട്. ഫകം മിൻ ഫതാ അംസാ വഅസ്ബഹ ളാഹിക വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര യുവാക്കളാണ്, എത്രയെത്ര കുട്ടികളാണ്, യുവാക്കളാണ്, മനുഷ്യരാണ്. അവർ അവരുടെ പ്രഭാത പ്രദോഷങ്ങളിൽ രാവിലെയും വൈകുന്നേരത്തിലും അവർ ചിരിച്ച് കളിച്ച് ആസ്വദിച്ച് അവർ അവരുടെ സമയം ചിലവഴിച്ചത്. എന്നാൽ അവർക്കറിയുമായിരുന്നില്ല, അവരുടെ വീടിന്റെ, അവരുടെ സ്ഥാപനങ്ങളുടെ തൊട്ടടുത്തുള്ള കടകളിൽ, വീടിന്റെ തൊട്ടടുത്തുള്ള കടകളിൽ അവരുടെ കഫൻ പുടവകൾ ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു, തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നവർക്കറിയുമായിരുന്നില്ല. വകം മിൻ അറൂസിൻ സയ്യനുഹാ ലിസൗജിഹാ വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി. എത്രയെത്ര മണവാട്ടിമാരാണ്, അല്ലെങ്കിൽ മണവാളന്മാരാണ്, പുതിയാപ്പിളമാരാണ്, പുതിയണ്ണുമാരാണ് അവരുടെ ഇണകൾക്ക് വേണ്ടി, അവരുടെ മണവാളന്മാർക്ക് വേണ്ടി, മണവാട്ടിമാർക്ക് വേണ്ടി ഒരുക്കി നിർത്തപ്പെട്ടത്. ആ കല്യാണ ദിവസത്തിൽ മരിച്ച, വിവാഹ ദിവസത്തിൽ മരിച്ച എത്രയെത്ര ആളുകളുണ്ട് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ നമ്മോട് ചോദിക്കുന്നു. വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ദുൽമത്തൽ ഖബ്രി. എത്രയെത്ര ചെറിയ കുട്ടികളാണ്, എത്രയെത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവർ ദീർഘകാലം ജീവിക്കുമെന്ന്, ഞാനൊരു യുവാവായി മാറും, ഞാൻ വിവാഹം കഴിക്കും, ഒരു ഉപ്പയാവും, എനിക്ക് മക്കളുണ്ടാവും, ഞാൻ വെല്ലിപ്പയാവും എന്നാഗ്രഹിച്ചുകൊണ്ട് ജീവിച്ച എത്രയെത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവരുടെ ശരീരങ്ങളതാ ഇരുട്ടറയിലേക്കതാ, ഖബറിന്റെ ഇരുട്ടറയിലേക്കതാ അവരുടെ ശരീരങ്ങൾ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. വകം മിൻ സഹീഹിൻ മത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്രയെത്ര ആരോഗ്യ ദൃഢവാന്മാരായ, ഒരു അസുഖവുമില്ലാത്ത, എല്ലാവരെയും വെല്ലാൻ സാധിക്കുന്ന ആരോഗ്യമുള്ള, ആരോഗ്യ ദൃഢവാന്മാരായ എത്ര ആളുകളാണ് പെട്ടെന്നത് അവരതാ ഉഴഞ്ഞു വീണുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു, അവരതാ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വകം മിൻ സഖീമിൻ ആശ ഹീനം മിന ദഹരി. എന്നാൽ ഡോക്ടർമാർ എഴുതിയ ഇന്ന് മരിക്കും, നാളെ മരിക്കും, ഇനി അധികകാലം ആയുസ്സില്ല, പെട്ടെന്ന് തന്നെ മരിക്കുമെന്ന് വിധി എഴുതിയ എത്രയെത്ര ആളുകളാണ്. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന എത്രയെത്ര ആളുകളാണ്. അവരതാ ഒരുപാട് കാലം അവർ ജീവിച്ചു. വകം മിൻ സാകിനിൻ ഇൻദ സ്വബാഹി ബിഖസ്രിഹി വഇൻദൽ മസാഇ ഖദ് കാന മിൻ സാകിനിൽ ഖബ്രി. കൊട്ടാരത്തിൽ അല്ലെങ്കിൽ കൊട്ടാര സമാനമായ വീടുകളിൽ ആയിരുന്ന എത്രയെത്ര ആളുകൾ അവരതാ വൈകുന്നേരമായപ്പോഴതാ ഖബറിന്റെ ആളുകളായി, ഖബറിന്റെ അന്തേവാസികളായി അവരതാ മാറിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദര, നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നീ മരിക്കുമെന്നുള്ള കാര്യം അതുറപ്പാണ്. അതെപ്പോഴാണെന്നുള്ള കാര്യം നിനക്കറിയില്ല. അതേത് നിമിഷമാണ് സംഭവിക്കുക, ഏത് ദിനത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് എന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് ഫദാവിം അലത് തഖ്വൽ ഇലാഹി അമാനും മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശ്രി. കഠോരമായ ഭയാനതകൾ കൊണ്ട് നിറഞ്ഞ ആളുകൾ മത്ത് പിടിച്ചവരായ നിലയിൽ കാണപ്പെടുന്ന, എല്ലാവരും നഗ്നരായി നിൽക്കുന്ന അവസ്ഥയിലും അതിലേക്ക് നോക്കാത്ത അത്രയും ഭയാനകരമായ ആ അവസ്ഥയിൽ, ആ പരലോകത്ത് നിനക്ക് രക്ഷയായി, നിനക്ക് നിർഭയത്വം നൽകാനായി അള്ളാഹുവിന്റെ തഖ്വ കൊണ്ട്, അള്ളാഹുവിൽ തഖ്വ അധിഷ്ഠിച്ചുകൊണ്ട്, അവൻ പറഞ്ഞ കാര്യങ്ങൾ, കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, അവൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ തഖ്വ പുലർത്തി ജീവിച്ചു കഴിഞ്ഞാൽ മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ
അത് നിനക്കൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ നമ്മോട് പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പ്രവർത്തിക്കുവാനും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാനും അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ, നീ നേരം പുലർന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നീ പുൽകുമെന്ന്, രാത്രിയിലേക്ക് നീ ഉണ്ടാകുമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. വൈദാ അംസൈത ഫലാ തൻതദിരിൽ മസാ, നീ രാത്രിയിലാണെങ്കിൽ അടുത്തൊരു പ്രഭാതം, അടുത്തൊരു ഫജ്ർ നിസ്കാരത്തിന് നീ ഉണ്ടായിക്കൊള്ളണമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. നിനക്ക് കിട്ടിയ സമയം അത് നീ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഇപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണോ അത് നീ ചെയ്തുകൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. മരണസമയം, അത് വന്നെത്തുന്ന സമയം, ആ മരണത്തെ ആഗ്രഹിക്കാത്ത ആളുകൾ, അതല്ലെങ്കിൽ ആ മരണത്തിനു വേണ്ടി തയ്യാറെടുക്കാത്ത ആളുകൾ, തോന്നിവാസത്തിൽ ജീവിച്ച ആളുകൾ, അള്ളാഹുവിന്റെ തൃപ്തിയിലല്ലാത്ത ജീവിതം നയിച്ച ആളുകൾ, അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ആ രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ, അവരിൽ ഒരുവനിലേക്ക് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, മലക്കുൽ മൗത്ത് അവനിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, ഖാല റബ്ബി ഇർജിഊൻ, ഞങ്ങളുടെ റബ്ബേ ഈ ദുനിയാവിലേക്ക് ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തരണം എന്നവർ പറയും. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവർ പറയും, ഞങ്ങൾ ഉപേക്ഷിച്ച കർമ്മങ്ങൾ, ചെയ്യാതിരുന്ന കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തുകൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ മാറും, അത് പറയുന്നവനായി മാറും അവൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അവൻ വെറുതെ പറയുന്ന വ്യാജവർത്തമാനമല്ലാതെ, പാഴ്വാക്കല്ലാതെ, മറ്റൊന്നുമല്ലാതെ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പരലോകത്ത് അള്ളാഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ അവർക്കൊരു മറയുണ്ട്, ഖബർ ജീവിതമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മഹാനായ പണ്ഡിതൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭം നമ്മളേവരും ചിലപ്പോൾ കേട്ടു കാണും. അദ്ദേഹം മരണപ്പെടുന്ന അവസ്ഥയിൽ, അദ്ദേഹം മരണപ്പെടുന്നത് ക്യാൻസർ രോഗം ബാധിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന് അറിയില്ല തനിക്ക് എന്താണ് ബാധിച്ചിട്ടുള്ളതെന്ന്, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട്, കുറേ തവണ അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നുള്ള കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അതറിഞ്ഞതും അൽഹംദുലില്ലാ എന്ന് പറയുകയും എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ദുനിയാവ്, അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ലോകം അത് പരലോകമാകുന്നു. ഈ ദുനിയാവ് അതിനുവേണ്ടിയുള്ള പരീക്ഷണ കാലഘട്ടം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നിശ്ചയിച്ച ആ പരലോകത്തേക്ക് കടക്കണമെങ്കിൽ, ആ സുഖാനുഭൂതികൾ ആസ്വദിക്കണമെങ്കിൽ, ആ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന, അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്ന ആ ലോകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ മരണമെന്ന വാതിലൂടെ കടക്കാതെ ഒരു തരവുമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നാം ചിന്തിച്ചു നോക്കുക. നമ്മളാണ് ആ അവസ്ഥയെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കുമോ? മരണം മുന്നിൽ കാണുന്ന അവസ്ഥയിൽ ഞാൻ ചെയ്തു വെച്ച അമലുകൾ, എന്റെ വിശ്വാസം, എന്റെ അമലുകൾ, എന്റെ ജീവിതം അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ പ്രാപ്തമായതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോരുത്തരും ചിന്തിച്ചുകൊള്ളുക, നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി, അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ആ ദിവസത്തിലേക്ക് എന്താണ് സ്വരുക്കൂട്ടിയിട്ടുള്ളത്, എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളതെന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊള്ളുക
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന ഏതേത് കാര്യത്തിനും അവൻ അത് കാണുന്നവനും അത് നിരീക്ഷിക്കുന്നവനും നിങ്ങളെ വിവരം അറിയിക്കുന്നവനും തന്നെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹുവിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് മടങ്ങുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യവും അവരുടെ പ്രയാസത്തിൽ നിന്നുള്ള എളുപ്പവും അവർക്ക് സമാധാനവും അവരുടെ ശത്രുക്കൾക്ക് മേലെയുള്ള പ്രതാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.